പ്രിയ സജ്ജനങ്ങളെ, സദനമസ്കാരം. ഈ നാടിന്റെ ദേശീയ ജനത ഹിന്ദുക്കളാണ്. ഏതാണ് ദേശീയ ജനത എന്ന് പറയുന്നത്? ഞാൻ ജനിച്ചത് ഈ മണ്ണിലാണ്, ഞാൻ ജീവിക്കുന്നത് ഈ മണ്ണിലാണ്, ഞാൻ മരിച്ചാൽ ചേരുന്നത് ഈ മണ്ണിലാണ്. എന്റെ മതം ഇസ്ലാമോ ക്രിസ്ത്യാനിയോ വല്ലതും ആയിക്കൊള്ളട്ടെ, ഒരു കുഴപ്പമില്ല. അമ്പലത്തിൽ പോകുന്നവനെ മതമെന്ന കോളത്തിൽ ഹിന്ദു എന്ന് പൂരിപ്പിക്കും, പള്ളിയിൽ പോകുന്നവൻ മതമെന്ന കോളത്തിൽ എന്ത് പൂരിപ്പിക്കും? ഇസ്ലാം എന്ന് പൂരിപ്പിക്കും. ചർച്ചിൽ പോകുന്നവൻ മതമെന്ന കോളത്തിൽ എന്ത് പൂരിപ്പിക്കും? ക്രിസ്ത്യാനി എന്ന് പൂരിപ്പിക്കും. അതുകൊണ്ട് അച്ഛനും അമ്മയും മാറുമോ? ദേശീയത മാറുമോ? ഇല്ല. മാലികദീനും കൂട്ടരും ഇസ്ലാം മതവുമായി ഭാരതത്തിൽ വരുമ്പോൾ കഷായത്തിനെടുക്കാൻ ഒരു സിംഗിൾ മുസൽമാൻ ഈ മണ്ണിൽ ഉണ്ടായിരുന്നില്ല. സെന്റ് തോമസും കൂട്ടരും ക്രിസ്തുമതവുമായി വരുമ്പോ ഒരൊറ്റ ക്രിസ്ത്യാനിയും ഈ മണ്ണിൽ ഉണ്ടായിരുന്നില്ല. ഈ മണ്ണിലേക്ക് വന്ന ഈ മതങ്ങളെയെല്ലാം ഹിന്ദുക്കൾ സ്വീകരിച്ചു. ഇപ്പൊ കൊടുങ്ങല്ലൂരിലാണ് ചേരമാൻ പെരുമാൾ പള്ളിയിലെ മാലികദീൻ പറഞ്ഞു, അവിടുത്തെ രാജാവിനോട് ഞങ്ങൾക്ക് ആരാധിക്കുവാൻ ഒരു ആരാധനാലയം വേണം. അദ്ദേഹം ചോദിച്ചു, അമ്പലം പോലെയാണോ നിങ്ങളുടെ പള്ളി? അല്ല, ഒന്നിച്ച് ഞങ്ങൾക്ക് സ്ഥലം പ്രശ്നമല്ല, സമയമാണ് പ്രശ്നം. ഇസ്ലാം മത വിശ്വാസപ്രകാരം സ്ഥലം പ്രശ്നമാണോ? സമയമാണ് പ്രശ്നം. പക്ഷെ അയോധ്യയിലെത്തുമ്പോൾ മാത്രം ഞങ്ങൾ രാമന്റെ തലമണ്ടക്ക് മുകളിൽ നിസ്കരിക്കുള്ളൂ എന്ന് വാശി പിടിച്ച സത്യത്തിൽ മുസ്ലിങ്ങളല്ല. കെ മുഹമ്മദിന്റെ ഞാനെന്ന ഭാരതിയിൽ എഴുതുന്നുണ്ട്, ഇർഫാൻ ഹബീബ് ഇല്ലായിരുന്നുവെങ്കിൽ CPIയുടെ വിഷജീവിയാണ്, CPI ആണ്, CPIയുടെ ഒരു വിഷജീവി ഇർഫാൻ ഹബീബ്, പ്രൊഫസർ ഇർഫാൻ ഹബീബ് ഇല്ലായിരുന്നുവെങ്കിൽ അയോധ്യ വിഷയം 1980 കാലഘട്ടത്തിൽ 90 കാലഘട്ടത്തിൽ പരിഹരിക്കുമായിരുന്നു എന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ അവരെ സംബന്ധിച്ച് അവർക്ക് ആരാധനാലയം വേണമെന്ന് പറഞ്ഞപ്പോ രാജാവ് മൂപ്പന്മാരെ വിളിച്ചു ചേർത്തു. പെട്ടെന്ന് വേണം മുസ്ലിങ്ങൾക്ക് നിസ്കരിക്കുവാൻ, നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് നിസ്കരിക്കുവാൻ ഒരു പള്ളി വേണമെന്ന് പറഞ്ഞപ്പോൾ ദുർഗാദേവി ക്ഷേത്രം കെട്ടാൻ വേണ്ടി മാറ്റിവെച്ച കല്ലുകളും മരങ്ങളും കൊണ്ട് കെട്ടിക്കൊടുത്തതാണ് ഇത്. ചേരമാൻ പെരുമാൾ പള്ളി കണ്ടാൽ ഏകദേശം അമ്പലം പോലെ ഉണ്ട്, കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ കഴിഞ്ഞാൽ കൊടുങ്ങല്ലൂർ അവിടെ കാണാം. നോക്കൂ, എന്തുകൊണ്ട് ഹിന്ദുക്കൾക്ക് ഇത് സ്വീകരിക്കുവാൻ കഴിയുന്നു? എല്ലാവരെയും നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാര് 50 രൂപയുടെ മൈക്ക് പെർമിഷൻ എടുത്തിട്ട് ഇങ്ങനെ വാദോരാതെ പ്രസംഗിക്കുന്നേക്കാം. ഇന്ത്യൻ ഭരണഘടനയിൽ മതേതരത്വം എന്ന വാക്കുള്ളത് കൊണ്ടാണ് ഇവിടെ ഇതിങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കുന്നത്. തെറ്റ്. ഈ ഭരണഘടനയും മതേതരത്വവും ഒക്കെ ഉണ്ടായിട്ട് എത്ര കാലമായി? മതേതരത്വം എന്ന വാക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ അംബേദ്കർ പറഞ്ഞിട്ടില്ല. 1950 ജനുവരി 26 ഇന്ത്യക്കൊരു ഭരണഘടന ഉണ്ടായപ്പോൾ ആ ഭരണഘടന പറഞ്ഞത് ഇന്ത്യ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്നാണ്. 1975 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയിൽ മതേതരത്വം എന്ന് വാക്ക് കൂട്ടിച്ചേർത്തത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി കൂട്ടിച്ചേർത്താണ് ആ വാക്ക്. മതേതരത്വത്തിന് ഇന്ത്യൻ ഭരണഘടനയിൽ നിർവചനവുമില്ല. എന്തുകൊണ്ടാണ് ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കർ മതേതരത്വം എന്ന വാക്ക് പറയാതിരുന്നത്? ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ മണ്ണിൽ വന്ന സകല മതങ്ങളെയും ഇസങ്ങളെയും ഇരു കൈകൾ നീട്ടി സ്വീകരിച്ച് ഹൃദയത്തോട് ചേർത്ത് വെച്ച ഹിന്ദുവിനോട് നീ മതേതരവാദിയാണോ എന്ന് ചോദിക്കുന്നത് സൂര്യനോട് പ്രകാശിക്കാൻ അറിയാമോ എന്ന് ചോദിക്കുന്നത് പോലെ അപഹാസ്യവും പരിഹാസ്യവുമാണെന്ന് അറിയാവുന്ന ശില്പി ഇന്ത്യൻ ഭരണഘടനയിൽ എന്ത് വെച്ചിട്ടില്ല? മതേതരത്വം എന്ന വാക്ക് വെച്ചിട്ടില്ല. ഭാരതമാതാവിനെ വെട്ടിമുറിച്ച് ഇസ്ലാമിന് പാകിസ്ഥാൻ കൊടുത്തതിന് ശേഷം കോൺഗ്രസിന്റെ പ്രമുഖരായ നേതാക്കന്മാർ പലരും പറഞ്ഞു, ഇനി നമ്മുടെ നാട് വേർതിരിയാൻ പാടില്ല, ഒരു ന്യൂനപക്ഷം ഭൂരിപക്ഷമൊന്നുമില്ല, മതത്തിന്റെ പേരിൽ ആനുകൂല്യങ്ങളുമില്ല, നമ്മളെല്ലാം ഒറ്റക്കെട്ടായിരിക്കണം ഭാരതീയർ. നെഹ്റു സമ്മതിച്ചില്ല. സത്യത്തിൽ നെഹ്റുവിന്റെ ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിനുണ്ട് ഇത്രയേറെ പണി തന്ന മറ്റൊരാളില്ല. അയാളുടെ പാർട്ടിയാണ് കോൺഗ്രസ്. കോൺഗ്രസിനെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് ക്ലീൻ ഔട്ട് ആക്കണം. ഞാൻ കോൺഗ്രസ് വിരുദ്ധനൊന്നുമില്ല, പക്ഷെ അതിന്റെ ചരിത്രം പഠിക്കുമ്പോൾ എത്ര ഭയാനകമാണ് കോൺഗ്രസ് ഈ നാടിനോട് കാണിച്ച നെറികേട്. ഈ നാടിനെ വിഭജിച്ചു പോലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പാകിസ്ഥാൻ ഉണ്ടായി കൊടുത്തത് എങ്ങനെയാണ്? 1600 കിലോമീറ്റർ നടുക്ക് ഭാരതത്തെ നിലനിർത്തിയിട്ട് പഞ്ചാബിന്റെ പകുതിയും ബംഗാളിന്റെ പകുതിയും മുറിച്ചിട്ടാണ് പാകിസ്ഥാൻ ഉണ്ടാകുന്നത്. ഇന്നത്തെ ബംഗ്ലാദേശും ഇന്നത്തെ പാകിസ്ഥാൻ. പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്ന് കിഴക്കൻ പാകിസ്ഥാനിലേക്ക് പോകുവാൻ 1600 കിലോമീറ്റർ ഇന്ത്യയിലൂടെ സഞ്ചരിക്കണം. ജിന്ന പറഞ്ഞു ഞങ്ങൾക്ക് അതിനൊരു ഇടനാഴി വേണം, ഒരു എക്സ്പ്രസ് ഹൈവേ. ഗാന്ധി പറഞ്ഞു അത് ശരിയല്ലേ എന്ന്. നിർഭാഗ്യവശാൽ 48 അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത് കൊണ്ട് ആ റോഡ് വന്നില്ല, അല്ലെങ്കിൽ ആ റോഡും വരുമായിരുന്നു. 71 ഇന്ദിരാഗാന്ധിയാണ് ആ യുദ്ധത്തിലാണ് പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശ് വേർപെട്ട് പോയത്. വിഭജിച്ചത് തന്നെ തെറ്റ്, വിഭജിച്ച രീതിയും തെറ്റായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും
ഗാന്ധിജി ചോദിച്ചില്ല 1,65,00,000 ഹിന്ദുക്കൾ പാകിസ്ഥാനിലുണ്ടല്ലോ, അവിടെ സ്ഥിതി എന്താ? അവരറിയാതെ പെട്ടുപോയി, അവരാഗ്രഹിക്കാതെ വിഭജിക്കപ്പെട്ട മണ്ണിൽ പെട്ടുപോയ ഈ 1,65,00,000 വരുന്ന ഹിന്ദുക്കളുടെ സ്ഥിതി എന്ത്? ഐക്യരാഷ്ട്രസഭയുടെ നിർദ്ദേശപ്രകാരം 1948 കണക്കെടുപ്പ് നടത്തി. കണക്കെടുപ്പ് നടത്തിയപ്പോൾ ഇന്ത്യ പറഞ്ഞു 1,05,00,000 ആളുകൾ അഭയാർത്ഥികളായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന്. 1,05,00,000. 1,65,00,000 അവിടെ ഉള്ളത്. അപ്പൊ പറഞ്ഞു 45 ലക്ഷം ഇവിടെ ഉണ്ട്. 45 ലക്ഷം ഇവിടെ ഉണ്ട്. അപ്പൊ എത്ര ആൾ മരിച്ചിട്ടുണ്ടാവും? 20 ലക്ഷത്തോളം ആളുകളുടെ മരണത്തിന് കാരണമായ ഡിവൈഡ് ആയിരുന്നു ഇത് പാകിസ്ഥാൻ. ഈ ചരിത്രമൊക്കെ ബോധപൂർവം മറന്നിട്ടാണ് നമ്മൾ ചുമ്മാ എന്ന് പറയുന്നത് മതേതരത്വം. എല്ലാ മതങ്ങൾക്കും തുല്യമായി ജീവിക്കുവാൻ അവസര സമത്വമുള്ളൊരു മണ്ണാണിത്. പള്ളിക്ക് പുറത്ത് പട്ടാളവും പോലീസും കാവൽ നിൽക്കാതെ ഇസ്ലാം നിർഭയം നിസ്കരിക്കുന്ന ലോകത്തിലെ ഏക മണ്ണിന്റെ പേരേതാ? 80% ഹിന്ദുക്കൾ ഇന്നും ജീവിക്കുന്ന ഭാരതമാണ്. പക്ഷെ സങ്കടം തോന്നും, ഗുരുവായൂർ ചെല്ലുമ്പോ, അയോധ്യയിൽ ചെല്ലുമ്പോ, മധുരയിലും അക്ഷർധാമിൽ ചെല്ലുമ്പോ ഹിന്ദുക്കളായ നമ്മളുടെ ഓരോ കെട്ടും പരിശോധിച്ചുകൊണ്ടേയിരിക്കും. ആരെ ഭയക്കുന്നു? പാകിസ്ഥാനെ പേടിച്ചിട്ട്. ഞങ്ങൾ ഈ കഴിഞ്ഞ നവംബർ 11 ഡൽഹിയിൽ ചെല്ലുന്നതിന്റെ തലേ ദിവസമായിരുന്നു സ്ഫോടനം. ഒരു ഡോക്ടർ തന്നെ കാറിൽ വന്ന് പൊട്ടിത്തെറിച്ചു. ഹൂറിമാർക്കൊത്ത് ഇപ്പൊ സന്തോഷിക്കുന്നുണ്ടാവാം. ഹൂറിയെ കിട്ടാൻ വേണ്ടിയല്ലേ അദ്ദേഹം മരിച്ചത്. ആര് മരിച്ചില്ലെങ്കിൽ ഞാൻ ചാവുമെന്ന് അദ്ദേഹത്തിന് അറിയാലോ, കാറിലല്ലേ മൂപ്പരുള്ളത്. മാരകമായ വിശ്വാസങ്ങൾ. സ്വർഗം നമുക്കുണ്ട്. ഹിന്ദുവിൽ സ്വർഗമില്ലേ? പിന്നെ നമുക്ക് പല ടൈപ്പ് സ്വർഗമുണ്ട് അല്ലേ? 10-12 ടൈപ്പ് സ്വർഗമുണ്ട്. സ്വർഗത്തിൽ അപ്സരസുകളുണ്ട്, ഗന്ധർവന്മാരുണ്ട്. സ്ത്രീയെ രമിപ്പിക്കുവാൻ ഗന്ധർവൻ, പുരുഷനെ രമിപ്പിക്കുവാൻ അപ്സരസ്. 1 വേ ട്രാഫിക് ആണ് ഇസ്ലാമിന്റെ സ്വർഗം. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അവിടെ ഹൂറിമാർ മാത്രമേ ഉള്ളൂ, ഹൂറന്മാരില്ല. അപ്പൊ ഇതെല്ലാം വിശ്വാസങ്ങളാണ്. സ്വർഗമുണ്ട് എന്ന് കരുതി എനിക്ക് ഒരു വിശ്വാസമില്ല സ്വർഗമുണ്ട്. ഞാൻ സ്വർഗമില്ല എന്ന് പറഞ്ഞാൽ എന്നെ ആരും ഒരമ്പലത്തും പുറത്താകില്ല. ഹിന്ദു ഐക്യവേദിയിൽ തന്നെ പുറത്താകില്ല. നിങ്ങൾ നാളെ എന്നെ പ്രഭാഷണത്തിന് വിളിക്കാതിരിക്കുകയും ഇല്ല. എന്നാൽ സ്വർഗമില്ല എന്ന് പറയുന്ന ഒരു മുസൽമാനെ പള്ളി കയറ്റുമോ? നരകമില്ലെന്ന് പറയുന്ന ക്രിസ്ത്യാനിയുടെ അവസ്ഥ ഇത് തന്നെയാണ്. മതങ്ങൾ എന്ന് പറഞ്ഞാൽ കമ്പൽസറിയാണ്, നിങ്ങൾ വിശ്വസിച്ചിരിക്കണം. എന്നാൽ ഹിന്ദുവോ ചോയ്സാണ്. ഈശ്വരവിശ്വാസിയായ വാൽമീകിയെ ഹിന്ദുക്കൾ വിളിച്ചത് വാൽമീകി മഹർഷി എന്നാണ്. ആയുർവേദം എന്ന ശാസ്ത്രഗ്രന്ഥം എഴുതിയ ചരകനെ ഹിന്ദുക്കൾ വിളിച്ചത് ചരക മഹർഷി എന്നാ. കാമശാസ്ത്രം എഴുതിയ വാത്സ്യായനെ വിളിച്ചത് മഹർഷി എന്നാ. നിരീശ്വരവാദിയായ ചാർവാകനെയും വിളിച്ചത് എന്താ? മഹർഷി എന്ന. ദൈവം ഉണ്ടെന്ന് പറഞ്ഞാലും ദൈവം ഇല്ല എന്ന് പറഞ്ഞാളെയും മഹർഷി എന്ന് വിളിക്കുവാൻ കഴിയുന്നതാണ് നമ്മുടെ സംസ്കാരം. അവിടെയാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരിലും കോൺഗ്രസ്സുകാരിലും കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് പഠിപ്പിക്കുന്നത്? മതേതരത്വം. അതാണ് സങ്കടം. രാജസ്ഥാൻ മരുഭൂമിയിൽ മണലിറക്കി കളിക്കുക എന്നൊരു ഡയലോഗ് ഇല്ലേ ലാലേട്ടൻ്റെ സിനിമയിൽ? ഇതുപോലെ ഹിന്ദുവിലാണ് കൊണ്ടുപോയിട്ട് എന്ത് പ്രയോഗിക്കുന്നത്? മതേതരത്വം. ഇന്നലെ ഞാൻ എൻ്റെ ഷോപ്പിന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു പറ്റം കോൺഗ്രസിന്റെ ലീഗിന്റെ ഒക്കെ നേതാക്കന്മാർ ഉണ്ട്. നമ്മളെല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണ്, അധ്യാപകന്മാര്, വക്കീലന്മാരൊക്കെയാണ്. അപ്പൊ ഞങ്ങളിങ്ങനെ സജീവമായിട്ട് രാഷ്ട്രീയമൊക്കെ പറയും, ആരോഗ്യകരമായ സംവാദങ്ങൾ നടത്തും. ഈ ചൂടാവുന്ന ആളുകളോട് നിങ്ങൾ രാഷ്ട്രീയം പറയാൻ നിൽക്കരുത് കേട്ടോ, കാരണം നിങ്ങൾ തന്നെ ചൂടായി പോകും.